ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കാനും മുടി നല്ല സോഫ്റ്റ് ആക്കാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടൊന്ന് വന്നേക്കണത്. അപ്പോൾ ഇന്നലെ ഞാൻ ഈ ഒരു ഹെയർ പാക്ക് മുടിയിൽ തേച്ച് കൊടുത്തു. എന്നിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളഞ്ഞു കേട്ടോ. നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. മുടിക്ക് നല്ല കറുപ്പ് തോന്നിക്കുന്നുണ്ട്. അതുമാത്രമല്ല മുടിക്ക് നല്ല ഉള്ളും തോന്നിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഒരു ഹെയർ പാക്കാണ്. പിന്നെ നമ്മളിങ്ങനെ തൊടുമ്പോൾ തന്നെ മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് ഉലുവയാണ്. പക്ഷേ ഉലുവയുടെ കൂടെ നമുക്ക് 2 സാധനങ്ങൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. എങ്കിലാണ് മുടിക്ക് നല്ല സോഫ്റ്റ് ആവുകയും മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കുകയും മുടിക്ക് നല്ല കറുപ്പ് തോന്നിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ഹെയർ പാക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഇന്നത്തെ കറികൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്ക പുളിയിട്ട് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ പപ്പടം വറുത്തായിരുന്നു. പിന്നെ പാവയ്ക്ക കൊണ്ടാട്ടം പോലെ വറുത്തിട്ട് ചതച്ച മുളക് ഇട്ടപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വമ്പയർ തോരൻ കൂടെ വെച്ചിട്ടോ. അപ്പോൾ ഉച്ചത്തേക്ക് ഇനി വേറെ കറികളൊന്നും വെക്കണ്ട. അതുകൊണ്ട് രാവിലെ തന്നെ എല്ലാ പരിപാടികളും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ചേട്ടയ്ക്കുള്ള ചോറും എല്ലാം എടുത്ത് വെച്ചിട്ടോ. പിന്നെ ഉണ്ണിക്കൂട്ടൻ ഉണ്ടല്ലോ എന്നെ സഹായിക്കാനായിട്ട് ഇതാ ചൂരൊക്കെ എടുത്തുകൊണ്ടിരുന്ന് അടിച്ചു വാരുവാണേ. പിന്നെ ഇന്ന് ഉണ്ണിക്കൂട്ടൻ സ്കൂളിൽ പോകുന്നില്ലേ, ചേച്ചിമാർ ഇന്ന് കലോത്സവത്തിന് പോവാണ് കേട്ടോ. അതുകൊണ്ട് ഉണ്ണിക്കൂട്ടൻ ഇന്ന് തന്നെ ആയതുകൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് വീട്ടിലിരിക്കുകയാണ്. പിന്നെ ഇത്ര കറികളൊക്കെ വെച്ചുകൊണ്ട് ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഉണ്ണിക്കൂട്ടൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കുക. പിന്നെ വീഡിയോസൊക്കെ അങ്ങ് ചെയ്യാട്ടിരിക്കുകയാണ്. പിന്നെ ചേട്ടാ ഇതാ കറിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഈ ഒരു ഹെയർ പാക്കിന് വേണ്ട സാധനം ഉലുവയാണ് കേട്ടോ. ഉലുവ ഞാൻ രാവിലെ തന്നെ 2 സ്പൂൺ അളവിൽ ഉലുവ നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചായിരുന്നേ. വൈകിട്ടായപ്പോഴത്തേക്ക് നന്നായിട്ട് അങ്ങ് കുതിർന്ന് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഉലുവ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തിളപ്പിച്ചെടുക്കണേ. ഉലുവയുടെ കൂടെ ഞാനൊരു സംഭവം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ നെല്ലിക്കപ്പൊടിയും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ മുടിക്ക് നന്നായിട്ട് കറുപ്പ് കിട്ടാനും താരനുണ്ടെങ്കിൽ അത് നന്നായിട്ട് മാറി കിട്ടാനും മുടി വളരാനും ഒക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ നെല്ലിക്കപ്പൊടി ഞാൻ ഒരു 2 സ്പൂൺ അളവിലാണ് എടുത്തേക്കണത്. 2 സ്പൂൺ മതിയാവും കേട്ടോ. ഒരുപാട് നെല്ലിക്കപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ മുടി ഒരുപാട് അങ്ങ് ഡ്രൈ ആവും. അല്ലെങ്കിൽ തന്നെ ഡ്രൈനെസ് ആവും. കാരണം ഉലുവയല്ലേ ചേർത്തേക്കണത്. ഉലുവയും നെല്ലിക്കപ്പൊടിയും രണ്ടും കൂടി ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ പക്ഷേ ഈ ഡ്രൈനെസ്സൊക്കെ മാറി കിട്ടാനായിട്ട് നമുക്ക് വേറൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അത് ഞാൻ പറയാവേ. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ആ വെള്ളമില്ലേ, ആ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിപ്പോകണം കേട്ടോ. ഒരുപാട് വെള്ളം പറ്റണ്ട, എന്നാലും കുറച്ച് വെള്ളമൊക്കെ ഇരുന്നോട്ടെ. നമുക്കിതിനെ അരച്ചെടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇത് നന്നായിട്ടങ്ങ് തിളക്കട്ടെ. അപ്പോൾ ഇത് നന്നായിട്ടങ്ങ് തിളച്ചത് ആ വെള്ളമൊക്കെ വറ്റി കിട്ടുന്നു കേട്ടോ. ഒരുപാടങ്ങ് വെള്ളം പോയിട്ടില്ല, എന്നാൽ കുറച്ചൊക്കെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് മിക്സിയിൽ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മുടിക്ക് നല്ല ഉള്ളു കിട്ടാനും മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടാനും നമ്മളെ സഹായിക്കുന്ന സാധനമാണ് കേട്ടോ ചണവിത്ത്, ഫ്ലാക്സ് സീഡ് എന്ന് പറയും. അപ്പോൾ ഞാൻ ചണവിത്ത് ഒരു 2 സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് 1 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുത്താണ്. അപ്പോൾ ഇതിൻ്റെ ഈ ജെല്ലും കൂടെ നമ്മുടെ ഈ പാക്കിലങ്ങ് ചേർക്കുമ്പോൾ നമ്മുടെ മുടിക്ക് അധികം ഡ്രൈ ആവത്തില്ല കേട്ടോ. അത്യാവശ്യം മുടി വളരുകയും ചെയ്യും, മുടിക്ക് സോഫ്റ്റ്നെസ് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇപ്പം ഫ്ലാക്സ് സീഡ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് തൈര് എടുത്താലും മതി. അപ്പോൾ എനിക്ക് ഇതാണ് തൈരിനേക്കാളും ഇഷ്ടം കൂടുതൽ ഈ ഫ്ലാക്സ് സീഡ് ജെല്ലാണ്. ഇത് നമ്മുടെ മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചകിരി പിടിച്ചിരുന്ന മുടിയല്ലായിരുന്നോ, ആ മുടിക്കൊക്കെ ഒരു ഇത്തിരി മാറ്റം വന്നത്. തൈരും സഹായിക്കുന്നതാണ്, പക്ഷെ തൈരിനേക്കാളും ഇച്ചിരി കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ്, ഫ്ലാക്സിൻ്റെ ജെല്ല് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്ലാക്സിൻ്റെ ജെല്ല് ചേർത്തേക്കണത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ തൈര് എടുക്കാം, വേണമെങ്കിൽ തേങ്ങാപ്പാലാണെങ്കിൽ എടുക്കാം. അതൊക്കെ നല്ലതാണ് കേട്ടോ. അത് നിങ്ങളുടെ മുടിക്ക് ഏതാണോ നല്ലത് അത് നോക്കി എടുക്കുക കേട്ടോ. അല്ലാതെ ഉലുവയും നെല്ലിക്കപ്പൊടി മാത്രമായിട്ട് നിങ്ങളുടെ തലമുടി തേച്ച് കൊടുക്കരുത്. പ്രത്യേകിച്ച് ഈ ഡ്രൈ ഹെയർ ഉള്ളവരുടെ കാര്യമായിട്ടോ പറയണത്. മുടി നല്ല എണ്ണമയുള്ള മുടിക്കാണെങ്കിൽ അത്രയും കുഴപ്പമില്ല കേട്ടോ.
അപ്പോൾ നെല്ലിക്കപ്പൊടിയും ഉലുവയും ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇച്ചിരി വെള്ളം ചേർത്ത് നന്നായിട്ട് അങ്ങ് അരച്ചെടുത്തായിരുന്നേ. എന്നിട്ട് ഞാൻ ഒരു തോർത്ത് ഉപയോഗിച്ച് പതുക്കി ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് ഇങ്ങനെ തേക്കുന്നതാണ് ഇച്ചിരി കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ നമ്മൾ അരിക്കാതൊക്കെ തലമുടി തേച്ച് കൊടുക്കുമ്പോണ്ടല്ലോ നമ്മുടെ മുടിയിൽ അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ കഴുകിയെടുക്കാൻ വളരെ പ്രയാസമായിരിക്കും. അതുമാത്രമല്ല മുടി ഒരുപാട് അങ്ങ് പൊഴിഞ്ഞു പോവേ. ഒരുപാട് മുടി ഒഴിച്ചിട്ടുള്ളവരൊക്കെ ഇതുപോലെ അരിച്ചെടുത്ത് തലമുടി തേക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിതാ ആ അരിച്ചെടുത്ത പാക്കിലോട്ട് ഞാൻ ഫ്ലാക്സിൻ്റെ ജെല്ലില്ലേ അതും കൂടി മിക്സ് ചെയ്തു നല്ലവണ്ണം കട്ടിയിലങ്ങാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ തലമുടി തേച്ച് കൊടുക്കേണ്ടത്. മുടി നന്നായിട്ട് കറക്കുകയും ചെയ്യും, മുടിക്ക് നല്ലതായിട്ട് വളരുകയും ചെയ്യും, താരനുണ്ടെങ്കിൽ മാറും, മുടിക്ക് അത്യാവശ്യം സോഫ്റ്റ്നെസ്സും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി പാക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലക്സിൻ്റെ ജെല്ലിന് പകരം നിങ്ങൾക്ക് തൈര് വേണമെടുക്കാം, തേങ്ങാപ്പാൽ എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. പക്ഷേ ഇത് ഇങ്ങനെ ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ. ഫ്ലക്സിൻ്റെ ജെല്ലും കൂടെ ചെയ്യുമ്പം നല്ലതായിരിക്കും. മുടി കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവുക, നല്ല ഷാമ്പു കിട്ട പോലെ ഉണ്ടാവും, പിന്നെ മുടിക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് തേച്ചാൽ നമ്മുടെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും കേട്ടോ. പിന്നെ വളർന്ന മുടിക്ക് നല്ല കറുപ്പുണ്ടാവേ. കാരണം നമ്മളിതിൽ ചേർക്കുന്നത് നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ. നെല്ലിക്കപ്പൊടി മുടി വളരെ നല്ലതാണ്, മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും നല്ലതാണ്. അതുമാത്രമല്ല താരൻ പോലുള്ള പ്രശ്നങ്ങളില്ലേ അതൊക്കെ പോകാനൊക്കെ നല്ലതാണ്. മുടി നല്ല ക്ലിയർ ആവും കേട്ടോ. കണ്ടോ, പൊടി പോലും ഒന്നുമില്ല, നല്ല ക്ലിയർ ആവേ. പിന്നെ ഈ ഒരു പാക്ക് തേക്കുന്നതിന് മുന്നേ അത്യാവശ്യം കുറച്ച് എണ്ണയൊക്കെ തേക്കണം കേട്ടോ. എണ്ണ തേക്കുക മാത്രമല്ല, എണ്ണ തേച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മസാജും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് മസാജ് ചെയ്തതിന് ശേഷം വേണം ഈ ഒരു പാക്ക് നമ്മുടെ തലമുടിയിലല്ല നമ്മുടെ തലയോട്ടിലാണ് തേച്ച് കൊടുക്കേണ്ടത്. അതിങ്ങനെ വകച്ചിലെടുത്തിട്ട് ഒരു തലയോട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. ബാക്കിയുള്ളത് നമ്മുടെ മുടിയിലും കൂടി തേച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരുപാട് ചുരുണ്ട മുടിയൊക്കെ ആണെങ്കിൽ നമ്മുടെ മുടിയിൽ അധികം തേക്കേണ്ട, തലയൊട്ടി മാത്രം തേച്ചാൽ മതി. അപ്പോൾ മുടി നന്നായിട്ട് അങ്ങ് വളരുമല്ലോ. പിന്നെ എൻ്റെ മുടി ഭയങ്കര ചുരുണ്ട മുടിയാണ് കേട്ടോ. ചുരുണ്ട മാത്രമല്ല, എത്ര എണ്ണ തേച്ചാൽ എൻ്റെ മുടി പിടിക്കാത്ത ഒരു മുടിയാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം എണ്ണയൊക്കെ തേച്ചിട്ടാണ് ഈ ഒരു പാക്ക് തേച്ചത്. ഇപ്പോൾ നോക്കി അങ്ങനെ ഒരു എണ്ണമയൊന്നും ഇല്ല, പക്ഷെ മുടിക്ക് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു ഫ്ലാക്സിൻ്റെ ജെല്ലൊക്കെ ചേർത്തുകൊണ്ട് മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. പിന്നെ മുടിക്ക് നല്ല കറുപ്പുണ്ട്. നമുക്ക് മുടിക്ക് നല്ല കറുപ്പല്ലേ വേണ്ടത്. പിന്നെ ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ 2-3 തവണയൊക്കെ തേക്കാം കേട്ടോ. തേക്കുമ്പോൾ നമുക്ക് മുടിക്ക് നീളം വയ്ക്കാനൊക്കെ നല്ല ഒരു പാക്കാണ്. പിന്നെ എൻ്റെ മുടിയുടെ അറ്റത്തൊക്കെ ഇങ്ങനെ എല്ലാം കൂടി കൂട്ടി കിട്ടും കേട്ടോ. അത് ചുരുണ്ട മുടിക്ക് അങ്ങനെ വരാറുണ്ട്, എല്ലാ ചുരുണ്ട മുടിക്കാർക്കും അങ്ങനെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പതുക്കെ ഇങ്ങനെ വേർതിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ മുറുക്ക വലിക്കുമ്പോൾ മുടി പൊട്ടിപ്പോവും കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നല്ല വീഡിയോസ് കാണാവേ. അപ്പോൾ